ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ജോമൻ. എന്താ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ആയിട്ട് വന്നു. ഞാൻ ഇനി മുതൽ കൃത്യമായിട്ട് വീഡിയോ ചെയ്യും, ലോങ് വീഡിയോ ചെയ്യും, അത് ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പറ്റണില്ല. ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊരു പിടുത്തമില്ല. ഇത് എന്ത് ചെയ്താൽ ഇങ്ങനെ ആവും, എന്ത് ചെയ്താൽ ഇങ്ങനെ ആവും എന്നുള്ള ഒരു പരിപാടി എനിക്ക് കിട്ടാനുള്ള എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് വിചാരിച്ചു, ഇനി എത്ര കുളമായാലും ഞാൻ അങ്ങ് ചെയ്യാൻ പോവാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. പക്ഷെ എന്ത് പറ്റുന്നില്ല, എനിക്കൊരു എഡ്ജ് കിട്ടുന്നില്ല. ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഇതെങ്ങനെ പരിപാടിയിൽ അങ്ങോട്ട് കിട്ടാനുള്ള, അതാണ് ഇഷ്യൂ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു സർപ്രൈസ് ആയിട്ട് വരും എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ സർപ്രൈസ് ഓൾറെഡി മറ്റേ ഷോർട്സിനകത്ത് ഇട്ടിരുന്ന അമ്മ വന്നു. സോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും എന്താണ് സർപ്രൈസ് എന്ന്. സോ ഇന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ടിട്ട്. ഞാൻ വീണ്ടും ഉറപ്പ് പറയാനുള്ള, ഞാൻ ഡെയിലി വീഡിയോ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്ന ലോങ് വീഡിയോസിൽ. പക്ഷേ ലെറ്റ് മീ ട്രൈ സംതിങ്. അപ്പൊ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി. അമ്മ വന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. അപ്പം ഓരോ സ്ഥലത്തായിട്ടൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഞാനും കുറച്ച് ബിസി ആയിരുന്നു, അമ്മയും കുറച്ച് ബിസി ആയിരുന്നു. എന്ന് വെച്ചാൽ അപ്പം അമ്മ പോവുമായിരുന്നു ഡെയിലി എവിടെയെങ്കിലുമൊക്കെ. സോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇന്നും അങ്ങനെ പുറത്തായിട്ട് ഇറങ്ങാനുള്ള, പക്ഷെ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാം എന്നാണ് ഇന്നത്തെ പ്ലാൻ. സോ ഞാൻ റെഡിയായി കുറെ നേരമായിട്ട് ഇട്ടിരിക്കുകയാണ്. അവരെന്തെന്ന് അറിയില്ല, ഇവർക്കൊരു ഉത്തരവാദിത്വ ബോധമില്ല, എന്ത് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വ്ലോഗ് എടുത്ത കൈ കഴിക്കുമല്ലേ, അപ്പം ഇനി ഇപ്പുറത്ത് പിടിക്കാം. അപ്പൊ ഉത്തരവാദിത്വ ബോധമില്ല, എന്ത് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വരുന്നത് വരെ. കുഞ്ഞനെ കാണാനില്ല. കുഞ്ഞാ ഇവിടെ വരൂ. കുഞ്ഞനിപ്പോ വരും. കുഞ്ഞൻ റെഡിയാണ്. നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോവാനായിട്ട്. ഇതുവരെ വന്നില്ല. യെസ്, പപ്പ വന്നിരിക്കുന്നു. പപ്പ റെഡി ആയിരിക്കുന്നു. പക്ഷെ മമ്മി ഇതുവരെ റെഡി ആയിട്ടില്ല. വൈ ലേഡീസ്? അതെ ഭയങ്കര മോശം. അപ്പോ നമ്മൾക്ക് എന്തായാലും ഇപ്പൊ ഇനി അവിടെ വരെ ഒന്ന് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് യെസ്, മമ്മി വന്നിരിക്കുന്നു. അമ്മയും വന്നിരിക്കുന്നു. ഓക്കെ, പപ്പയും അമ്മയും റെഡി ആയി. ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ല, നമ്മൾ എപ്പോഴേ റെഡി ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെന്താ പോയിട്ട് വരാവേ. ഞങ്ങളൊന്ന് പോയിട്ട് അവിടെ നിന്ന് മമ്മി ഒന്ന് കാഴ്ചയൊക്കെ കാണിച്ചിട്ട് വരാം കേട്ടോ. നടന്നല്ല, ബൈക്കില്. അപ്പോ ശരി, ഞങ്ങളപ്പോ എന്തായാലും പോയിട്ട് വരാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ് ഗായ്സ്, ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷേ ഇവിടെ അടുത്താണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോ ഞങ്ങൾ ഇറങ്ങി. ഇതേ പപ്പാ ഇതേ പോന്നു. ഞങ്ങൾ ദേ പോന്നു. തൊട്ടടുത്താണ്, നമുക്ക് പോവാം, നേരെ പോവാം. ബേബിയെ കാണി. ഹായ് ഹായ്. ഇന്നലെ 2 ദിവസമായി. യെസ്, ഞങ്ങൾ എത്തിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലമാണിത്. എവിടെ വെക്കൂടാ വണ്ടിയിലേ ഇവിടെ ബൈക്ക് വെക്കാവോ? ഇവിടെ വെക്കടാ, ഇവിടെ അതാ അങ്ങനെ ആട്ടെന്ന് തോന്നുന്നു. വാ, അതെടുക്കാം. ആദ്യം പോയിട്ട് നമ്മള് ഫുഡ് പറയണം. എന്നിട്ട് നമ്മൾ വെളിയിൽ കാണും. കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും എന്തോ സൂപ്പ് വരെ സൂപ്പും അങ്ങനെ എന്തെങ്കിലും കഴിക്കണം. ഈ വഴി ഇറങ്ങാം. ആദ്യം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാഴ്ചയൊക്കെ കാണാം. വരാം. ഇനി മുതൽ ഇന്നിവിടെ ആദ്യമായിട്ട് നമ്മളിവിടെ വന്നു. ഇനി മുതൽ എല്ലാ ദിവസവും എല്ലാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. വ്ലോഗിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ കാഴ്ചകളൊക്കെ കണ്ട്, ഇവിടെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഒന്ന് കണ്ട് വരാം. കപ്പിൾ ഗോൾസ്. ചെല്ലേ
അപ്പൊ നമുക്ക് ഫുഡായിട്ടുണ്ട് അവിടെ. നമ്മൾ ഇവിടെ ഫുൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ഫോട്ടോ എടുത്തരാം. കാഴ്ചകളൊക്കെ കണ്ടു. പപ്പയുടെ മമ്മിയുടെ ഫോട്ടോ എങ്ങനെയുണ്ടോ മമ്മി? ഫോട്ടോ ഒക്കെ എടുത്തത് കൊള്ളാമോ? ഫോട്ടോ കണ്ടു കഴിയുമ്പോൾ പറയാം. അപ്പൊ നമ്മള് ഇൻട്രോവേർട്ട് വ്ലോഗ് ചെയ്യുന്നു. ആര്? നീയാണോ? ഞാനും പപ്പയും ഇൻട്രോവേർട്ട് അറ്റ് പീക്ക്. അപ്പോ എന്താ, നമ്മള് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഇവിടെ 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 അടിപൊളി സ്ഥലമാണ്. മീൻസ് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഫുള്ള് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ആക്ച്വലി നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അവിടെ ഇത് കഴിഞ്ഞിട്ട് അവിടാണ് നമ്മുടെ വീട്. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏരിയക്ക് ഒന്ന് കാണിച്ചു തരണം. അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ വീടിന്റെ ഏരിയ. ഇവിടെ അല്ല, അപ്പർ സൈഡാണ്. ഇതോ ആ മല കണ്ടില്ലേ? അത് അതിന്റെ അകത്താണ് നമ്മളുടെ വീട്. അല്ല ആന്ന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ മരം വേണ്ടി ഇങ്ങനെ തോന്നുന്നേ, അതിന്റെ ഉള്ളിലാണ് നമ്മുടെ അവിടെ വീട്. അതെ, മരങ്ങൾക്കുള്ളിലാണ് നമ്മുടെ. എന്നാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാ. ചേട്ടൻ വന്ന് വിളിച്ചേ. ഇത് ഫോട്ടോ എടുത്തിട്ട് എന്നാ ഓക്കെ, ജെറിന്റെ 2 ഫോട്ടോ എടുത്തിട്ട് പോവാം. അല്ല, ജെറിന്റെ 2 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നശിച്ച വ്ളോഗാണ്. എനിക്കറിയില്ല ഈ വ്ളോഗ് ചെയ്യാം. അപ്പൊ അല്ല, നമ്മൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ. അപ്പോ എന്താ, ഉള്ള കട്ടല്ല, നിങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോ. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, അല്ലേ ജെറിൻ? യെസ്, കമോ ഫോട്ടോ എടുത്തിട്ട്. നിനക്കിത് മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്താലും അവന്റെ അല്ലയോ. നമുക്ക് അറിയാന്നല്ല ചെയ്യാൻ പറ്റൂ. ഓക്കെ, അവന്റെ 2 ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. എന്നെ പറ്റിച്ച് 2 ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പിൾസ്. ജോമൻ ചേട്ടായി ചെയ്യുന്നതൊക്കെ മോശം. ജോമൻ ചേട്ടായി. അമ്മി അങ്ങനെയുണ്ട്, അടിപൊളി സ്ഥലമല്ലേ? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. നമ്മൾ അറിയാതെ പോയിട്ടില്ല. വളരെ മോശം. അപ്പൊ നമുക്ക് നമ്മുടെ ഫുഡ് ഈസ് വെയിറ്റിംഗ് ദേർ. എന്റെ മമ്മി വ്ലോഗ് ചെയ്യുന്ന കണ്ട പിള്ളേരെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നേരത്തെ പിന്നെ വീഡിയോ ആദ്യമത്തെ പാഠം എന്ന് പറഞ്ഞാൽ വീഡിയോ ഓൺ ആക്കണം. ഓക്കെ, ഓൺ ആക്കി പറ. നേരത്തെ ജസ്റ്റിന് ഇതിനകത്തില്ലായിരുന്നു, ഇപ്പോൾ അവരെയും കൂടെ കവർ ചെയ്തിരിക്കുകയാണ്. യെസ്. എന്നാലും ജെറിന് ഒരു ഇച്ചിരി ഒരു കോംപ്ലക്സ് ഉണ്ട്. അത് അവൻ ഇങ്ങനെ നടക്കുവാണ്. എന്തിനാ അവനെ ഒഴിവാക്കാൻ വേണ്ടി. ഇനി ഫുഡ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി അപ്പുറത്തെ സൈഡോടെ ഒന്ന് കവർ ചെയ്താൽ പറ്റും. നോക്കി തരാം. ഫുൾ പ്രോപ്പർട്ടിക്ക് എത്ര ചോദിക്കാവോ? എന്തിനാ, വാങ്ങാനാണോ? നമുക്ക് ഇതൊന്ന് വാങ്ങിച്ചേക്കാം. ജേർണി പ്രോപ്പർട്ടി ഓൺ ചെയ്യാനാണോ? അതാ പ്രോപ്പർട്ടി. ഇത് കൊള്ളാം, ആക്ച്വലി ഇത് കൊള്ളാം കേട്ടോ. മമ്മി ഞെട്ടിയിരിക്കുന്നു. ഇവരെന്ത് ഈ പറയുന്നേ? അതാ കുഴഞ്ഞോ? അവരവിടെ എന്തോ വലിയ ചർച്ചയിലാണ്. കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞനവിടെയോ മുങ്ങി. ഇരുട്ടായി തുടങ്ങിയതേ, ലൈറ്റൊക്കെ വീണു. ഇന്നത്രേ ഉള്ളൂ, ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വെറുതെ നമ്മളിപ്പോൾ ചെയ്യും നാളെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കാം. എന്തായാലും ഈ ഒരു വ്ളോഗ് പഠിക്കാനുള്ള ഒരു ഇതാവട്ടെ. പക്ഷെ എനിക്ക് ക്യാമറയ്ക്ക് അല്ലാണ്ട് ഫ്രണ്ടിൽ വന്നിരുന്ന ആദ്യത്തെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇതെങ്ങനെ ചെയ്യണം, ഇതിൻ്റെ എഡിറ്റ് എങ്ങനെ ചെയ്യണം? ഇപ്പം ഞാൻ അല്ലാണ്ട് നോർമൽ വീഡിയോ ചെയ്യുമ്പം നൂത്തെടുക്കണം, ഇത് ചരിച്ചെടുക്കണം, അങ്ങനെ ആകെ കൺഫ്യൂഷൻസ്. അതാണ് പ്രശ്നം. എന്തായാലും കഴിഞ്ഞു. ഇപ്പം ഫുഡൊക്കെ കാഴ്ചയെ കണ്ടു. അവരിതേ ചർച്ച തുടങ്ങി, വേറെ എന്തൊക്കെയോ കുഞ്ഞെന്തോ വരുന്നു. അപ്പം കൊള്ളാം, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. എന്നാ വൈൻഡപ്പ് ചെയ്യാം. എനിക്കറിയാം, വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പൊ എല്ലാരും ടാറ്റ കൊടുക്കൂ. ബൈ, ഇറ്റ്സ് എ ഗുഡ് ഡേ, ടാറ്റാ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യാം. എനിക്കറിയില്ല, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ. ടാറ്റ കൊടു. അയ്യോ, കൈ അടയ്ക്കും ഇങ്ങനെ.